നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് കടുത്ത നടപടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈക്കൊണ്ടുവരുന്നത്. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഏറെ സുതാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്വദേശിവൽക്കരണം പോലുള്ളവ കടുപ്പിച്ചുകൊണ്ട് കുവൈറ്റും സൗദി അറേബ്യയും രംഗത്തെത്തുന്നുണ്ട്. ഇതിനു പിന്നാലെ നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. തൊഴിൽ നഷ്ടപ്പെട്ട് വീണ്ടും കാത്തിരിപ്പിലാണ് ഒട്ടുമിക്ക പ്രവാസികളും. എന്നാൽ കാത്തിരിക്കാൻ കഴിയാതെ നാട്ടിലെത്തിയവരും അനവധിയാണ്. ഇപ്പോഴിതാ വീണ്ടും നിയമങ്ങൾ കടുപ്പിക്കുകയാണ് കുവൈറ്റ്. ഇതിനോടകം തന്നെ വ്യാപക പരിശോധനയും നടത്തിവരുന്നു. നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 13 പ്രവാസികളെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട് പുറത്തുവന്നു. ഫർവാനിയ ഗവർണറേറ്റിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാലോ പിടിയിലായവരിൽ വിവിധ രാജ്യക്കാരായ പ്രവാസികളുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുമുണ്ട്. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് ജോലി ചെയ്യുന്നവരെയും താമസ നിയമലംഘകരെയും കണ്ടെത്താൻ ലക്ഷ്യമിട്ട് കുവൈറ്റിലെ വിവിധ വകുപ്പുകൾ രാജ്യത്തുടനീളം വ്യാപക പരിശോധന നടത്തിവരികയാണ്. ആയിരക്കണക്കിന് പ്രവാസികളെ ഇതിന്റെ ഭാഗമായി തന്നെ അറസ്റ്റ് ചെയ്യുകയും നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി കാലത്ത് അനധികൃത താമസക്കാരായ പ്രവാസികൾക്ക് രേഖകൾ ശരിയാക്കാൻ നേരത്തെ അവസരവും നൽകിയിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ സൗകര്യം അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത്. വിമാന സർവീസുകൾക്ക് വിലക്കുള്ളതും കോവിഡ് പ്രതിസന്ധിയും കണക്കിലെടുത്ത് ആ സമയത്ത് പരിശോധനകൾ നിർത്തിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് കോവിഡ് പ്രതിസന്ധിക്ക് അയവ് വരികയും വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്തതോടെ വ്യാപക പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ വിവിധ വകുപ്പുകൾ സഹകരിച്ച് രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനകൾ നടന്നുവരികയാണ്. അതിനാൽ തന്നെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസികളോട് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ വ്യാപക പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ നിയമലംഘനങ്ങൾ അരുത്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിൽ ചതിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലോ നിയമലംഘനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇന്ത്യൻ എംബസിയെ സമീപിക്കുക. എത്രയും വേഗമാകട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.